നമസ്തേ, സ്വാഗതം ബി2 ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. മുഖക്കുരുകളൊന്നുമില്ലാത്ത, കറുത്ത പാടുകളില്ലാത്ത, കണ്ണിന് ചുറ്റും കഴുത്തിന് ചുറ്റും കറുപ്പ് നിറങ്ങളില്ലാത്ത, നമ്മളതിനെ സൂര്യനൊന്നും ഉപദ്രവിക്കാത്ത അല്ലെങ്കിൽ സൺ ടാൻ ഇല്ലാത്ത ഒരു മുഖം, എല്ലാവരുടെയും കരുവാളിപ്പൊന്നും ബാധിക്കാത്തൊരു മുഖം എല്ലാവരുടെയും സ്വപ്നമാണ്. അതിപ്പോൾ ഇന്ന ആൾക്കാരെന്നില്ല, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെറിയ കുട്ടികളായാലും വരെ ഇപ്പം എല്ലാവരും അത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചെറിയ കലകൾ വരെ നമ്മുടെ ആത്മവിശ്വാസത്തിനെ ബാധിക്കുന്നുണ്ട്. പിമ്പിൾ മാർക്സ് കാണാൻ നല്ല ഭംഗിയാണ് വെച്ചാൽ പോലും ചിലപ്പോൾ പിമ്പിൾ മാർക്സ് നമ്മളതിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കും. കൂടെ ഉണ്ടാവുന്ന കൗമാരക്കാരുടെ പിമ്പിൾസ് അവരുടെ കോൺഫിഡൻസിനെ മാറ്റുന്നുണ്ട്. പോരാത്തതിന് ചിലപ്പോൾ നല്ല വേദനയുണ്ട്, പെയിൻഫുൾ ആയിരിക്കും അത്. അപ്പം അത്തരം കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ബി2 ഓർഗാനിക്സിൻ്റെ സ്കിൻ ഗ്ലോയിങ് ഓയിലും സ്കിൻ ഗ്ലോയിങ് മാസ്കും. നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ഓയിൽ 60-ലധികം ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പൗരാണികമായിട്ടുള്ള ഒരു ഔഷധക്കൂട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ താളിയോല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ട് എങ്ങനെയാണോ അന്ന് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അതിൽ നിന്ന് ഒട്ടും തന്നെ മാറ്റം വരുത്താതെ എന്തൊക്കെയാണോ അളവിലും അതേപോലെ നിർമ്മാണ രീതിയിലും ഒക്കെ അതേപോലെ തന്നെയാണ് ഇന്നും ഉണ്ടാക്കുന്നതും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും. ഇതിലൊരു പ്രിസർവേറ്റീവ്സും ഇല്ല, അത് മണം കൂട്ടാനോ ഫ്രാഗ്രൻസോ ഒന്നിനും വേറെ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. അത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ആയുർവേദത്തിൻ്റെ അതേ തനിമയോടും അതേ മണത്തോടും കൂടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതും. പിന്നെ ഇതിനൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ചൂർണം. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് ബോഡി മാസ്ക് അല്ലെങ്കിൽ ഫേസ് മാസ്ക് എന്ന് നമുക്ക് പറയാം. ഫേസ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഹോൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഓയിലുമാണ് മാസ്കുമാണ്. മജോറിറ്റി ആൾക്കാരും ഉപയോഗിക്കുന്നത് അത് ഫേസിലായതുകൊണ്ട് അത് ഫേസ് മാസ്ക് എന്ന് പറയുന്നേ ഉള്ളൂ. ആ ചൂർണം നമുക്ക് എവിടെയാണോ അഫക്റ്റഡ് ഏരിയ അവിടെ മുഴുവനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ വർണ്ണ്യ വസ്തുക്കൾ എന്ന് പറയുന്ന കുറച്ചെണ്ണം ഉണ്ട്. അതായത് എല്ലാവർക്കും അറിയുന്ന പരിചിതമായ കുറച്ച് കാര്യങ്ങൾ, അതായത് രക്തചന്ദനം, അതേപോലെ മഞ്ചിഷ്ട, ഇരട്ടിമധുരം, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതല്ലാതെ കസ്തൂരി മഞ്ഞൾ, അങ്ങനെ കുറച്ചെണ്ണം. അതല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന വർണ്ണ്യവസ്തുക്കൾ വർണ്ണ്യത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് ചൊറി, ചിരങ്ങ്, അത്തരത്തിലുള്ള സ്കിന്നിൻ്റെ അലർജി കണ്ടീഷൻ, പിന്നെ ചില ചിരങ്ങുകൾ വന്നിട്ട് അത് സ്പ്രെഡ് ചെയ്യുന്നത്, അതൊക്കെ തടയാനായിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ഓയിലിന് പറ്റുന്നുണ്ട്. പിന്നെ പലരുടെയും ബുദ്ധിമുട്ടാണ് വർഷങ്ങളോളം പഴക്കമുള്ള കരിമംഗല്യം, അതായത് മെലാസ്മ, അതേപോലെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത നിറം, കഴുത്തിന് ചുറ്റും എങ്ങനെ പൊരച്ചാലും പോവാത്ത അത്തരത്തിലുള്ള കറുപ്പ് നിറം, പിന്നെ പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുക, പിമ്പിൾസ് വന്നതിൻ്റെ പാട്, അതിങ്ങനെ നമ്മൾ മാസമായിട്ട് റിഡക്ഷൻ ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ സൈഡൊക്കെ നമുക്ക് റിപ്പയർ ചെയ്തിട്ട് ക്ലിയർ ആക്കാനായിട്ട് പറ്റും. കുഴിഞ്ഞത് നമുക്ക് നിവർത്താനായിട്ട് പറ്റില്ലെങ്കിൽ പോലും അതിൻ്റെ 4 പുറം ക്ലിയർ ആക്കിയിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് വെക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു 1 ബോട്ടിൽ സൊല്യൂഷൻ, മാക്സിമം നിങ്ങൾക്ക് 2 ബോട്ടിലിൻ്റെ അപ്പുറം ഉപയോഗിക്കേണ്ടി വരില്ല എന്നാണ് നമ്മുടെ അനുഭവം പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണോ നമ്മുടെ മുത്തശ്ശന്മാർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇന്നും ഉണ്ടാക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ ഒരു മെറിറ്റായിട്ട് നമ്മൾ പറയണം കേട്ടോ. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ, വർഷങ്ങൾ എന്ന് പറയാൻ ആവണേ ഉള്ളൂ. അപ്പോൾ അത്രയും കുറച്ച് സമയമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ആയിട്ടുള്ളൂ. അതിന് മുൻപൊക്കെ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ സാധാരണ ഒരു നാട്ടുവൈദ്യന്മാർ എങ്ങനെയാണോ ചെയ്യാറ് അതുപോലെ തന്നെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്ന ഈ സപ്പോർട്ടും ഇതും കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എൻക്വയറി വരുന്നുണ്ട്, നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അത്രയും പക്കയാണ്. അതുകൊണ്ടാണ്. പിന്നെ പ്രധാനമായിട്ട് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് ഓയിൽ, സ്കിൻ ഗ്ലോയിങ് ഓയിലായതുകൊണ്ട് അത് ഈ പിമ്പിൾസ് വരുന്ന കൗമാരക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും ഉപയോഗിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് തരുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് ടൈം കീപ്പ് ചെയ്ത് എങ്ങനെയാണോ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് അതനുസരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓയിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഹാംഫുൾ ആവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വരുന്ന പിമ്പിൾസിനെ നമുക്ക് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ വരുന്ന പിഗ്മെൻറ്റ് മാർക്സ് ഓൺ ദ സ്പോട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നല്ലൊരു ക്ലിയർ ആൻഡ് ഗ്ലോയി സ്കിന്ന് നമുക്ക് തരാനും പറ്റും. അതേപോലെ എല്ലാവരും കറുപ്പിന് 7 അഴക എന്ന് പറയുകയാണെങ്കിലും പലപ്പോഴും കറുപ്പ് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നിറം പറഞ്ഞിട്ട് നമ്മൾ ആരേനെയും നല്ലത് ചീത്ത എന്ന് പറയുകയല്ല കേട്ടോ. പക്ഷേ പലപ്പോഴും നമുക്ക് ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ ആവശ്യമുണ്ടാവും. വെളുത്തിട്ട് പാറലല്ല, നല്ല ഭംഗിയുള്ള നമ്മുടെ സ്കിന്നിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളറ്, എപ്പോഴും നമുക്ക് മേക്കപ്പ് തോന്നുന്ന ഒരു കളറ്.
മേക്കപ്പ് ഇട്ടു എന്ന് തോന്നുന്ന ഒരു കളറ്, ഹൈഡ്രേഷൻ ഉള്ളൊരു സ്കിന്ന്, അതൊക്കെയാണ് നമുക്ക് ഉറപ്പ് തരാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. അതായത് നാച്ചുറലായിട്ട് ഇപ്പം നമുക്ക് നിറം തിരി കുറവായാലും കുഴപ്പമില്ല. നിങ്ങളുടെ നിറം കുറവാണെന്ന് വെച്ചാൽ ഒരു പേടിയും പേടിക്കേണ്ട. നമുക്കൊരു 1 മുതൽ 5 വരെ സ്കിൻ ടോൺ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഓയിൽ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ. പക്ഷേ അത് ഉപയോഗിക്കുന്നത് 1 വയസ്സിന് ശേഷമുള്ള ആൾക്കാരായിരിക്കണം എന്ന് മാത്രം. ബേബീസിന് നമുക്ക് ബേബി ഓയിൽ വേറെ ഉണ്ട്, പക്ഷേ വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന എണ്ണ 1 വയസ്സിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ. ധൈര്യമായിട്ട് ഉപയോഗിക്കാം, യാതൊരു സംശയവും വേണ്ട, യാതൊരു പേടിയും പേടിക്കാതെ ഉപയോഗിക്കാം. ഇതിലൊരു ഫ്രാഗ്രൻസും ആഡ് ചെയ്തിട്ടില്ല, ഒരു കെമിക്കൽസും ആഡ് ചെയ്തിട്ടില്ല. എങ്ങനെയാണോ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ബോട്ടിലായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ടുള്ള കുറേ അറിവുകൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അനുപാതം കൃത്യമായിക്കൊള്ളുന്നില്ല. ഇത് പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ അനുപാതമല്ല, നമ്മൾ ഉണ്ടാക്കിയ കണക്കുമല്ല. അത് കൃത്യമായിട്ട് എത്രയോ കാലങ്ങളുടെ മുമ്പ് നമ്മുടെ കാരണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ വൈദ്യരായിട്ടുള്ള മുത്തശ്ശന്മാരും മുതുമുത്തശ്ശന്മാരും ഉണ്ടാക്കിയ ആ അളവിലായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് ആ അളവിൽ അങ്ങോട്ട് ഉണ്ടാക്കുക, അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ മാറി എന്ന് പറയുന്നിട്ട് നിങ്ങൾ തരുന്ന ഓരോ റിവ്യൂസും ഞങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുകയാണ്. കാരണം ഇത്രയും കാലം ഇത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് മാത്രമാണ് ഇപ്പം തോന്നുന്നത്. കാരണം അത്രയും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിരുന്നേനു. അപ്പം മറക്കണ്ട.